കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ വിജയലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ കരൂരിൽ നടത്തിയ പരിശോധനയിലാണ് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിജയലക്ഷ്മിയുമായി അടുപ്പമുണ്ടായിരുന്ന കരൂർ സ്വദേശിയായ ജയചന്ദ്രന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. ജയചന്ദ്രന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന് സമീപത്ത് നിന്ന് പൂർണ്ണമായി നഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മുഖം തിരിച്ചറിയാനായിട്ടില്ല. എനിക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് നിന്നാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം അല്പസമയം മുൻപ് ഫോറൻസിക് സംഘം ഉൾപ്പെടെയുള്ളവർ ആംബുലൻസിൽ മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. ഈ കാണുന്ന വീടാണ് ജയചന്ദ്രൻ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ജയചന്ദ്രൻ്റെ വീട്. ഒരുപക്ഷേ ഈ പ്രദേശത്തേക്ക് എത്തണമെങ്കിൽ ഈ വീട് കടന്ന് ഈ സ്ഥലം കടന്ന് ഇവിടെ ഒരു ചെറിയ മതിലുണ്ട്, ആ മതിലും കടന്ന് വേണം എത്താൻ. അപ്പോൾ അന്ന് 7-ാം തീയതി വെളുപ്പിന് ഇത്തരത്തിൽ ഒരു തർക്കമുണ്ടാകുന്നു. തർക്കമുണ്ടായ ശേഷം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് ആ തർക്കം കലാശിക്കുന്നതിന് ശേഷം ഈ വഴി കടന്നെത്തിയിട്ടാകണം ഇപ്പോൾ കാണുന്ന ഈ പ്രദേശത്ത് ആ മൃതദേഹം കുഴിച്ചിട്ടത്. ആ കുഴിയുടെ വലിപ്പം ദൃശ്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും. കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇത് ഈ കുഴിയെടുക്കാൻ തയ്യാറായത്. ഒരാൾ മാത്രം ശ്രമിച്ചാൽ എത്രമാത്രം ആഴത്തിൽ കുഴിയെടുക്കാൻ കഴിയുമെന്ന് മനസ്സിലാകും. തൊട്ടപ്പുറത്ത് ഈ മതിലിന് തൊട്ടപ്പുറത്ത് ജനാലകളാണ്. എനിക്ക് തോന്നുന്ന വീടിൻ്റെ അടുക്കളയാണിത്. തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ജനാലയും കാണാം. അതുകൊണ്ട് വളരെ ഈ പറയുന്ന പോലെ ആളുകളുടെ സാന്നിധ്യമുള്ള സ്ഥലത്ത് തന്നെയാണ് 7-ാം തീയതി വെളുപ്പിന് അദ്ദേഹം ഈ മൃതദേഹം കുഴിച്ചിടാൻ ഇവിടെ എത്തുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഈ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുമ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന അറ്റത്താണ് ഈ തല കണ്ടെത്തിയത്. തലഭാഗം മുകളിലേക്ക് പൊങ്ങി നിൽക്കുകയായിരുന്നു, കാലിൻ്റെ ഭാഗം താഴ്ന്നു നിൽക്കുകയായിരുന്നു. അത്തരത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും മൃതദേഹം കണ്ടെത്തുമ്പോൾ മൃതദേഹത്തിന് വസ്ത്രമില്ലാതെ വിവസ്ത്രയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അല്പസമയം മുമ്പ് ദൃശ്യങ്ങൾ കണ്ട വീടിന് തൊട്ടപ്പുറത്തുള്ള ആ പണി നടക്കുന്ന വീട്ടിൽ വസ്ത്രങ്ങൾ കത്തിച്ചതായി കണ്ടെത്തിയിരുന്നത്. ഇത് ജയചന്ദ്രൻ്റെ വീടാണ്. ഇപ്പുറത്ത് കടന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് അടുക്കള വാതിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് അടുക്കള വാതിലാണ്. അപ്പോൾ ഈ വാതിൽ വഴി, അതായത് ജയചന്ദ്രന് ഒരു പക്ഷേ ഏറ്റവും എളുപ്പം ഈ കാണുന്ന സ്പോട്ടിലേക്ക്, അതായത് ഈ കുഴിച്ചിട്ട സ്പോട്ടിലേക്ക് പോകാൻ കഴിയുന്ന ഏറ്റവും എളുപ്പം പോകാൻ കഴിയുന്നൊരു വഴിയാണ് ഈ അടുക്കള ഭാഗത്തുണ്ട്. ഈ ചെറിയ വഴി, ചെറിയ കതകാണ്. അതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത്, അതായത് ഇടതുവശത്ത് ജയചന്ദ്രൻ അങ്ങനെ ഇറങ്ങുമ്പോൾ ജയചന്ദ്രൻ പേടിക്കേണ്ട കാര്യങ്ങളില്ല. കാരണം ഇടതുവശത്ത് പണി നടക്കുന്നൊരു വീടാണ്. ഇടതുവശത്ത് പണി നടക്കുന്ന വീടും നേരെ മുൻപിലും ഈ വലത്തേ വശത്തും മാത്രമാണ് ആൾ താമസമുള്ള വീടുകളുള്ളത്. കുറ്റം കൃത്യമായി സംബന്ധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ കുറ്റകൃത്യം നടന്നതിന് പിന്നിലെ കാര്യങ്ങളും പ്രതി പറഞ്ഞിട്ടുണ്ട്. അത് പോലീസ് കൃത്യമായി അത് അന്വേഷിച്ച് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ് ഇവിടെ നിന്ന് മൃതദേഹവുമായി പോകുന്നത്. അതിനപ്പുറത്തേക്ക് ഈ കേസിൽ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള വലിയ ചോദ്യമാണ് ഉണ്ടാകുന്നത്. കാരണം ഈ പ്രദേശം തന്നെയാണ്, കാരണം അത്രമാത്രം ഒരു മൃതദേഹം കുഴിച്ചിടാൻ, വളരെ രഹസ്യമായി കുഴിച്ചിടാൻ തിരഞ്ഞെടുക്കാൻ കഴിയുന്നൊരു പ്രദേശമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുറ്റുപാടും വീടുകളാണ്. ആ വീടുകൾക്ക് നടുവിലുള്ള ഒരു തുറന്ന പ്രദേശമാണ്. ഒരു പക്ഷേ രാത്രി അനക്കം കേട്ടാൽ പോലും ആളുകൾ നോക്കി ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശം തിരഞ്ഞെടുക്കുമ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ഈ കുഴി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുഴിയുടെ ആഴം നോക്കുമ്പോൾ അതിൽ ഒരാൾ മാത്രം എടുക്കാൻ കഴിയുന്ന, ഒരാൾക്ക് മാത്രം പെട്ടെന്ന് ഒരു മൃതദേഹം മറവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ശരി, രാഹുൽ ജി നാഥ് സംഭവ സ്ഥലത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ അയച്ചിരുന്നുണ്ട്. രാഹുലെ, ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്തെ നടപടികളൊക്കെ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടോ? എങ്ങനെയാണ് പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? മറ്റ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ? അതെ, 1 മണിക്കൂർ മുൻപാണ് മൃതദേഹവുമായി പോലീസ് മണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. ആദ്യഘട്ടം മുതൽ നിരവധി സംശയങ്ങളുണ്ടായിരുന്നു, എങ്കിലും പോലീസ് ഉറപ്പിച്ചത് തന്നെയായിരുന്നു. കാരണം കുടുംബത്തിൻ്റെ പരാതി ലഭിച്ച പിന്നാലെ തന്നെ ജയചന്ദ്രൻ കസ്റ്റഡിയിലാവുകയാണ്. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ധാരണയോടുകൂടിയാണ് പോലീസ് ഞാനിപ്പോൾ നിൽക്കുന്ന കരൂരിലേക്ക് എത്തുന്നത്. ഇതാണ് ജയചന്ദ്രൻ്റെ വീട്. ജയചന്ദ്രൻ്റെ വീട്ടിലേക്കാണ് നവംബർ 6-ാം തീയതി വിജയലക്ഷ്മി എത്തുന്നത്. തൊട്ടിപ്പുറത്ത് കാണുന്ന പണി നടക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ട് അവിടെ കത്തിക്കരിഞ്ഞ നിലയിൽ പാടുകളുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന വിജയലക്ഷ്മിയെ കൊലപാതകം ചെയ്ത ശേഷം വസ്ത്രങ്ങൾ കത്തിച്ചത് അവിടെയാണെന്നുള്ള തരത്തിൽ രാവിലെ മുതൽ ദൃശ്യങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ ഈ ഒരു സംശയങ്ങളായിരുന്നു. കാരണം എവിടെയാണ് മൃതദേഹം എന്ന സംശയത്തിലാണ് ഏറ്റവും ആദ്യം പോലീസ് എത്തിയ ശേഷം തന്നെ ജയചന്ദ്രൻ്റെ മൊഴി വിശ്വസിച്ചുകൊണ്ട് പോലീസ് കൃത്യമായ ഇടങ്ങളിലേക്ക് എത്തി. അത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. വസ്ത്രം കത്തിക്കരിഞ്ഞതിൻ്റെ രാവിലെ നമ്മൾ കൊടുത്ത ദൃശ്യങ്ങളാണ്. ഈ പണി നടക്കുന്ന കെട്ടിടത്തിൽ വസ്ത്രങ്ങൾ കരിഞ്ഞ നിലയിലാണ് കിടന്നത്. എന്തായാലും ഈ കാര്യങ്ങൾ ആദ്യം മുതൽ പറയാം. അതായത് നവംബർ 6-ാം തീയതി
വിജയലക്ഷ്മി ഇത്തരത്തിൽ കരുനാഗപ്പള്ളിയിലെ വീട്ടിൽ നിന്നും കരൂരിലേക്ക് എത്തുന്നത് ഈ വീട്ടിലേക്കാണ്. ഇതുവഴിയാണ്. അതായത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഈ പശ്ചാത്തലം, ഈ സ്ഥലം നിൽക്കുന്ന പശ്ചാത്തലമാണ് ഏറ്റവും പ്രധാനം. കാരണം ചുറ്റുപാടും വീടുകളാണ്. ഈ വീടുകൾക്ക് പലതിനും മതിലുകളില്ലാത്ത വീടുകളാണ്. അവർക്ക് പരസ്പരം അറിയാം. ഒന്നര വർഷമായി ജയചന്ദ്രൻ ഈ വീട്ടിലേക്ക് എത്തിയിട്ട്. അതുകൊണ്ട് തന്നെ കണ്ടു പരിചയമുള്ളവരുണ്ട്, സംസാരിച്ച് പരിചയമുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീട്ടിലേക്ക്, കാണുന്ന ഈ വീട്ടിലേക്കാണ് 6-ാം തീയതി എത്തുന്നത്. 6-ാം തീയതി എത്തിയ ശേഷം അവർ ഈ കാണുന്ന മുറിയിലാണ് തെളിവെടുപ്പ്. ഏറ്റവും കൂടുതൽ സമയം തെളിവെടുപ്പ് നടന്ന ഈ മുറിയിൽ വെച്ചാണ് അവർ സംസാരിക്കുകയും തുടർന്ന് തർക്കമുണ്ടാകുകയും ശേഷം കൊലപാതകം നടക്കുകയും ചെയ്തത്. നമുക്ക് ഈ പുറകിലൂടെ പോയി കഴിഞ്ഞാൽ കൃത്യമായി കാണാം. ഇത് ആ മുറിയുടെ മറ്റൊരു ജനാലയാണിത്. ഈ മുറിയിൽ കൊലപാതകം നടന്ന ശേഷം പിന്നീട് ജയചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അടുക്കള വാതിലിലൂടെയാണ്. അതായത് ഈ മുറിയിൽ നിന്ന് അടുക്കള വാതിൽ വഴി ജയചന്ദ്രൻ ഈ പടിക്കെട്ടുകളിലൂടെ താഴെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മുന്നിൽ പണി നടക്കുന്ന ഒരു കെട്ടിടം മാത്രമാണ്. എങ്കിലും ചുറ്റുപാടും ജയചന്ദ്രൻ്റെ വീടിന് ചുറ്റും വളരെ അടുത്ത് മറ്റു വീടുകളെല്ലാം ഉണ്ട്. അപ്പോൾ ജയചന്ദ്രന് പിന്നീട് ഏറ്റവും കൂടുതൽ മൃതദേഹം കണ്ടെത്തിയ ഈ സ്ഥലത്തേക്ക് എത്താൻ എളുപ്പവഴി ഈ പടിക്കെട്ട് വഴി, ഈ ചെറിയ മതിൽക്കെട്ട് ചാടിക്കടന്നുകൊണ്ട്, അതിൽ കൃത്യമായി പറയുന്നത് കെട്ടി വലിച്ചുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ മൃതദേഹം കൊണ്ടുവന്ന ശേഷം അപ്പുറത്തെ വശത്തു നിന്ന് ഇപ്പുറത്തെ വശത്തേക്ക് മറിച്ചിടുകയായിരുന്നു മൃതദേഹം മറിച്ചിട്ട ശേഷം പിന്നീട് ഈ കാണുന്ന തുറസായ പുരയിടം, അതായത് ചുറ്റും വീടുകളാണ്. ചുറ്റും വീടുകൾക്ക് നടുവിലുള്ള ഈ തുറസായ പുരയിടത്തിൽ കാണുന്ന തുറസായ പുരയിടത്തിലുള്ള ഈ വശത്ത് ആ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. കാരണം ജയചന്ദ്രൻ ഒറ്റയ്ക്ക് ചെയ്ത കൃത്യമാണെന്ന് വ്യക്തമാണ്. കാരണം ഒരു മനുഷ്യ ശരീരം കുഴിച്ചിടാൻ എത്ര ആഴത്തിൽ ഒരാൾക്ക് ആ സമയം കുഴിയെടുക്കാൻ കഴിയുമോ അത്രമാത്രം ആഴത്തിൽ മാത്രമാണ് ഈ കുഴിയെടുത്തിരുന്നത്. ആദ്യം നമ്മൾ വന്ന് കാണുമ്പോൾ ഈ കുഴിക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ ഉണ്ടായിരുന്നു. ആ സ്ലാബിൻ്റെ മുകളിൽ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് എന്ന് പറയുന്നത് വെളുത്ത മണലായിരുന്നു. കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ നിറം വെളുത്തതല്ല. അപ്പോൾ അത്തരത്തിൽ സ്ലാബിൽ കോൺക്രീറ്റ് ചെയ്ത ശേഷം മറ്റൊരു നിറത്തിലുള്ള മണ്ണ് ഇടുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ ഈ പുരയിടത്തിൻ്റെ ഉടമസ്ഥൻ വന്ന സമയത്ത് ഒരു സംശയം പറഞ്ഞിരുന്നു. കാരണം ഇവിടെ ഇത്തരത്തിൽ നിറമുള്ള മണ്ണ് വരാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഇതുവഴി ഇറങ്ങി ഒടുവിൽ ഇവിടെ കുഴിച്ചിട്ട ശേഷമാണ് പിന്നീട് മറ്റ് തെളിവുകൾ നശിപ്പിക്കാനായി ജയചന്ദ്രൻ പുറത്തേക്ക് പോയത്. എന്തായാലും ജയചന്ദ്രൻ മൊഴി വിശ്വസിച്ചു കൊണ്ടുവന്ന് പോലീസ് തിരഞ്ഞെടുത്തെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി ഉണ്ടായിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണവും അദ്ദേഹം വ്യക്തമായി പറയുന്നു. അതായത് ഇവർ തമ്മിൽ കുറേ നാളായി ബന്ധമുണ്ട്. ഹാർബറിൽ ജോലി ചെയ്യുമ്പോഴാണ് ബന്ധം സ്ഥാപിക്കുന്നത്. ശേഷം മറ്റ് പുരുഷന്മാർ ഫോണിൽ വിളിക്കുന്നത് പല ഘട്ടത്തിൽ ജയചന്ദ്രൻ്റെ പ്രകോപനമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് അതായത് ആലപ്പുഴ വള്ളികുന്ന് താമസിക്കുമ്പോൾ ഇത്തരത്തിൽ ആരോപണം ഉണ്ടാവുകയും അത്തരത്തിൽ ഒരു സ്കൂട്ടർ കത്തിക്കുന്ന നിലയിലേക്ക് പോലും ജയചന്ദ്രൻ പ്രതികരിച്ചു. അത് കുടുംബവും വിലക്കിയിരുന്നു ഈ ബന്ധം. അതിനുശേഷമാണ് കുടുംബത്തോട് പോലും പറയാതെ കരൂരിലേക്ക് ഇവിടെ എത്തുന്നത്. അവർ കുടുംബം വിചാരിച്ചിരുന്നത് തീർത്ഥാടനത്തിന് പോയതാകാം, അമ്പലത്തിൽ പോയതാകാം എന്നുള്ള തരത്തിൽ വിചാരിച്ചിരുന്നു. ശേഷം പരാതി നൽകി ഇത്തരം കാര്യങ്ങൾ ഇത്രത്തോളം അടുക്കുമ്പോഴാണ് ഈ ജയചന്ദ്രനാണ് ഇതിന് പിന്നിലെന്ന് അവർ വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസിനോട് പേര് പറഞ്ഞെങ്കിലും ഇങ്ങനെ സംഭവിക്കുമെന്ന് അവരും കരുതിയിരുന്നില്ല. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒടുവിൽ ഇവിടെ നിന്ന് മൃതദേഹം കുഴിച്ചെടുക്കുമ്പോൾ ഞെട്ടലുണ്ടാകുന്നത് ചുറ്റുപാടും ഈ കാണുന്ന വീടുകളിൽ തന്നെയാണ്. കാരണം ഇത്രയും അടുത്തടുത്ത്, അത് 1ഉം 2ഉമല്ല 4-5 വീടുകൾക്ക് ചുറ്റും നടുക്കു നിൽക്കുന്ന ഒരു തുറസായ പുരയിടത്തിൽ ഇത്തരത്തിൽ നവംബർ 7-ാം തീയതി വെളുപ്പിന് ഒരു മൃതദേഹം കുഴിച്ചിടുമ്പോൾ അത് രഹസ്യാത്മകമായി എങ്ങനെ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഇത്രയും വീട്ടിലുള്ള ആളുകൾ കാണാതെ എല്ലാ വീട്ടിൽ ടെറസിൽ നിന്നാലും കാണാൻ കഴിയുന്നൊരു പ്രദേശമാണിത്. മതിലിനോട് ചേർന്ന് ഇത്തരത്തിൽ എങ്ങനെ മൃതദേഹം കുഴിച്ചിടാനാകും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിന് മുന്നിലുള്ള ചോദ്യം, ഇത്തരത്തിൽ ഇനി പരിശോധനകൾ നടക്കുകയാണ്. പോലീസിന് മുന്നിലുള്ള ചോദ്യം ഈ കൃത്യത്തിന് പിന്നിൽ ജയചന്ദ്രൻ മാത്രമാണോ എന്നുള്ള ചോദ്യമാണ്. മറ്റാരെങ്കിലും സഹായത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടർന്ന് ഇനി മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞ ശേഷം DNA പരിശോധന ഉൾപ്പെടെയുള്ളവ നടത്തിയിട്ടാകും മുന്നോട്ട് കാര്യങ്ങൾ പോവുക. ദിവിഷ്. ശരി രാഹുലാണ് സംഭവ സ്ഥലത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.